ബിസിനസ് ഓണേഴ്സിന് ശരിയായ ടീം ബിൽഡ് ചെയ്യുമ്പോൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ് ആൻഡ് എവിടേക്കാണ് അവർക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നത്? പല ബിസിനസ് ഓണേഴ്സിനും ഈ ടീമുമായിട്ടുള്ള ബന്ധപ്പെട്ട മിസ്റ്റേക്കുകൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ സംഭവിക്കുന്നുള്ളതാണ്. അതായത് പലപ്പോഴും പല ആളുകളും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? മാർക്കറ്റിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റി കണ്ടിട്ടാണ് അല്ലേ. അവരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിലുള്ള ആ പ്രോഡക്റ്റിനേക്കാളും സർവീസിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റ് സർവീസ് കൊടുക്കുക, കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കുക, ആ രൂപത്തിലായിരിക്കും ഫോക്കസ് ഉണ്ടാവുക. ദാറ്റ് ഈസ് റൈറ്റ് ഓൾസോ. അതേ സമയത്ത് എന്തുണ്ടാവില്ല, തുടക്കത്തിൽ ശരിയായിട്ടുള്ള ടീമിനെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ഫോക്കസ് പലർക്കും ഉണ്ടാവില്ല. അവിടെ മിക്കവാറും കേസിൽ നടക്കുന്നുണ്ടാവുക ഈ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലായിരിക്കും ഈ തുടക്കത്തിൽ ഹയറിങ് നടക്കുന്നുണ്ടാവാം. മേ ബി ഫ്രണ്ട് സർക്കിളിൽ നിന്ന് അല്ലെ തൊട്ട് അറിയാവുന്ന ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളായിരിക്കും തുടക്കത്തിൽ ബിസിനസ്സിലുണ്ടാവാം. അപ്പം അങ്ങനെ ഇത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ആ റോളിലേക്ക് മാച്ച് ആവാത്ത സ്കിൽ സെറ്റ് ഇല്ലാത്ത പല ആളുകളും ബിസിനസ്സിൻ്റെ തുടക്കത്തിൽ വന്ന് അവരെ ബിസിനസ്സിനെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങും. തീർച്ചയായിട്ടും ആ ഒരു ബിസിനസ് എന്തെങ്കിലും ഷോർട്ട് ടേമിൽ ഗ്രോ ചെയ്ത് തുടങ്ങും. പക്ഷേ ഒരു ഘട്ടം എത്തുന്ന സമയത്ത് ബിസിനസ് ഓണർക്ക് ഇങ്ങനെയുള്ള ടീമിൻ്റെ പല ആൾക്കാരും സ്കിൽ ഇഷ്യൂ പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് മാറും, റോൾ മിസ്മാച്ച് പ്രശ്നമായിട്ട് മാറും. അതായത് ബിസിനസ്സിനെ നോക്കുന്നതിനപ്പുറത്തേക്ക് ഈ ടീമിനെ എങ്ങനെയാണ് കാര്യങ്ങൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്തിട്ട് ബേൺ ഔട്ട് ആവുന്ന അവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ബിസിനസ് ചെയ്യുന്ന, അതായത് സ്റ്റാർട്ടിങ് സമയത്ത് തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രോഡക്റ്റ് എത്തിക്കുക, അതിനെ നല്ല സാധനങ്ങൾ ബൈയിങ് ചെയ്യുക, പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്യുക, സർവീസ് ഡിസൈൻ ചെയ്യുക, ഇതുപോലെ തന്നെ അത്രത്തോളം ക്രിട്ടിക്കലായിട്ടുള്ളൊരു ആസ്പെക്റ്റാണ് ടീം ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളൊരു ക്ലാരിറ്റി നിർബന്ധമായിട്ടും വേണം. ഓരോ ജോലിയും ചെയ്യാൻ ശരിയായിട്ടുള്ള ആളുകളെ കൊണ്ടുവരുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ജോലിയാണെന്നുള്ളൊരു ക്ലാരിറ്റി ഉണ്ടാവണം. അവിടെ കൃത്യമായിട്ടും ആ റോള് മനസ്സിലാക്കണം. ആ റോള് ചെയ്തെടുക്കാനുള്ള എന്തൊക്കെ സ്കിൽ സെറ്റ് വേണം, എന്തെല്ലാം ആറ്റിറ്റ്യൂഡ് വേണം, ഇതെല്ലാം തന്നെ ബിസിനസ് ഓണർ കൃത്യമായിട്ട് ചെയ്തെടുക്കേണ്ട സംഗതിയാണ്. അത്തരത്തിലുള്ള ഒരു പ്രോസസ്സിലൂടെ അല്ലാതെ ആളുകൾ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് ഈ പീപ്പിൾ എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമായിട്ട് പല ബിസിനസ് ഓണേഴ്സിനും മാറാറുണ്ട്. അപ്പോൾ ഈ കൺവീനിയൻ്റ് ആയിട്ട്, അതായത് ആരെങ്കിലും ജോലിക്ക് ചോദിച്ചു വന്നു, അവർക്ക് ജോലി കൊടുത്തു, അല്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ് നമ്മൾ ആസ് എ ബിസിനസ് ഓണർ നമ്മൾ ഒരുപാട് തിരക്കിലാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്ന് നിങ്ങളുടെ ബിസിനസ്സിലോട്ട് നിങ്ങൾ ഹയർ ചെയ്തു, ആ രൂപത്തിൽ മാറ്റിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ്, ആ ഒരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് അവിടെ ഉണ്ടെങ്കിൽ ഈ ഇത്തരത്തിലുള്ള സ്റ്റാഫിൻ്റെ വിഷയങ്ങൾ, ടീമിൻ്റെ വിഷയങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും എന്നുള്ളതാണ്.